So next we are going to see the measurement of rotational speed. So we will be using RPM sensor to measure rotational speed. അപ്പോൾ ഈ RPM സെൻസേഴ്സ് റൊട്ടേഷണൽ സ്പീഡ് മെഷർ ചെയ്തിട്ട് ആ സ്പീഡ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അയക്കുന്നത് ഇലക്ട്രിക് പൾസസ് ആണ്. ഓക്കെ, so how these RPM sensors generate these electric pulses? Based on that, they are classified into rotary type sensor, photoelectric sensor, also known as optical sensor. It is also known as shaft encoder, and there is another one, magnetic rotational speed sensor, also known as proximity sensor. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇലക്ട്രിക് പൾസസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഇത് രണ്ടും മാത്രമേ ആവശ്യമുള്ളൂ. സോ ഫസ്റ്റ് വി വിൽ സി പ്രോക്സിമിറ്റി സെൻസർ. സോ ഇൻ ദ കേസ് ഓഫ് പ്രോക്സിമിറ്റി സെൻസർ, ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ക്യാൻ ബി വേരിയിങ് നേച്ചർ. നമുക്ക് പലതരത്തിലുള്ള പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. ഇറ്റ് ക്യാൻ ബി ഇൻഡക്റ്റൻസ് ബേസ്ഡ്, ഇറ്റ് ക്യാൻ ബി റിലക്റ്റൻസ് ബേസ്ഡ് ഓർ കപ്പാസിറ്റൻസ് ബേസ്ഡ്, അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ആൻഡ് ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആർ കമ്പാരിറ്റീവ്ലി കോമ്പാക്ട് ഇൻ നേച്ചർ, ചെറുതായിരിക്കും. ദെൻ ഹൈ റെസൊല്യൂഷൻ, നല്ല റെസൊല്യൂഷൻ ഉണ്ടായിരിക്കും. എന്താണ് റെസൊല്യൂഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ പൾസസ് പെർ റെവല്യൂഷൻ, പൾസസ് പെർ റൊട്ടേഷൻ. അതല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ എത്ര പൾസസ് ഉപയോഗിക്കുന്നു. ഒരു റൊട്ടേഷനിൽ തന്നെ ഒരുപാട് പൾസസ് ഉണ്ടായാൽ അത്രയും നല്ലത്. കാരണം നമ്മുടെ സിസ്റ്റത്തിനെ അത്രയും നന്നായി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്പീഡിനെ. So it can indicate a single revolution by a number of pulses. But high resolution ആണ്, and the system is comparatively fast. So we can see such a type of proximity sensor. അപ്പോൾ നമ്മൾ റിലക്റ്റൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോക്സിമിറ്റി സെൻസറാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് ഗിവൺ ബൈ ടൂത്ത്ഡ് റോട്ടർ വേരിയബിൾ റിലക്റ്റൻസ് ടാക്കോമീറ്റർ. അപ്പോൾ റിലക്റ്റൻസ് ബേസ്ഡ് ആണ്. And suppose this is the rotor whose speed is to be measured. നമുക്ക് ഈ ഒരു റോട്ടറിൻ്റെ സ്പീഡാണ് നമുക്ക് അറിയേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് എ മെറ്റാലിക് റോട്ടർ ഹാവിങ് ടീത്ത്. ഈ മൊത്തം കൺസ്ട്രക്ഷൻ മെറ്റാലിക് ആണ്. അതിന് പെരിഫറിയിലൊക്കെ നമ്മൾ ടൂത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ നേരെ മുകളിലാണ് കേട്ടോ ഈ അസംബ്ലി വരിക. ഞാനിപ്പോൾ അത് കുറച്ച് നീങ്ങിപ്പോയി വരച്ചപ്പം. നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യം നേരെ മുകളിലായിട്ട് വരയ്ക്കാം. സോ ദിസ് അസംബ്ലി ഈസ് നോൺ ആസ് മാഗ്നറ്റിക് പിക്കപ്പ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ പെർമനന്റ് മാഗ്നെറ്റ്. ടു ദിസ് മാഗ്നെറ്റ് എ കോയിൽ ഈസ് കണക്റ്റഡ്, വിച്ച് ഈസ് കണക്റ്റഡ് ടു എ ട്രാൻസ്ഫോർമർ, which will connected to an electronic counter circuit. ഇതാണ് നമ്മുടെ അസംബ്ലി. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദാറ്റ് അറ്റ് ദ ജസ്റ്റ് ബിഫോർ ദ റൊട്ടേഷന് തൊട്ട് മുമ്പ് ഈ സിസ്റ്റത്തിൽ ഒന്നും തന്നെ ഒരു സപ്ലൈ ഒന്നും തന്നെ ഉണ്ടാവില്ല, ഒരു വോൾട്ടേജ് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ നേരെ മാഗ്നറ്റ് ഇരിക്കുന്നു, എല്ലാം സ്റ്റേഷനറിയാണ്. ഓക്കെ, സോ ഇവിടെ മാഗ്നറ്റ് ഉള്ളത് കൊണ്ട് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഒക്കെ ഇങ്ങോട്ടൊക്കെ പോകും. ഓക്കെ, സോ വെൻ ദ ഡിസ്ക് സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ്, ഈ ടീത്തിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്യാപ്പുകളുടെ. ഓക്കെ, സോ ഈ മാഗ്നറ്റിനും ഈ ഒരു മെറ്റാലിക് റോട്ടറിനും ഇടയ്ക്കുള്ള സ്ഥലത്തിന്റെ റിലക്റ്റൻസ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, so the magnetic flux associated with this system is keep on changing. അപ്പോൾ ഇവിടെ കൂടി പോകുന്ന ആ ഫ്ലക്സ് കട്ടാവുകയാണ്. സോ whenever there is a flux change, an EMF will be induced. സോ ഒരു EMF ഈ ഒരു സിസ്റ്റവുമായി അസോസിയേറ്റഡ് ആയിട്ടുള്ള കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് EMF will be transferred to the electronic circuitry through the transformer. അപ്പോൾ ട്രാൻസ്ഫോമർ ഇത് നമുക്ക് ഇതിനാവശ്യമായ രീതിയിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ടിലേക്ക്. ആൻഡ് ദിസ് ഇലക്ട്രോണിക് കൗണ്ടർ വിൽ കൗണ്ട് ദ നമ്പർ ഓഫ് പൾസസ്. അതായത്
ഇവിടെ ഉണ്ടാകുന്ന EMFന്റെ ഫ്രീക്വൻസി, അതായത് ടൂത്തും ഗ്യാപ്പും ഇടകലർന്ന് വരികയാണ്. സോ അവന് പൾസസ് നേച്ചറാണ് ഉണ്ടാവുക. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന പൾസിന്റെ ഫ്രീക്വൻസി, അതായത് ഫ്ലക്സ് കട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാം ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്, ഇടയ്ക്ക് ടൂത്താണ്. അതായത് ഇവിടെ റിലക്റ്റൻസ് കൂടുതലും ഇവിടെ കുറവും. സോ ഇതിൽ നിന്നുണ്ടാകുന്ന EMFന്റെ നേച്ചറും ഒരു പൾസസ് ആയിരിക്കും. ആൻഡ് ഈ പൾസസിന് ഇത് കൗണ്ട് ചെയ്യാണ് ചെയ്യുക, ഇലക്ട്രോണിക് കൗണ്ടർ സർക്യൂട്ട്. സോ ഹിയർ ദ ഫ്രീക്വൻസി ഓഫ് പൾസസ് ജനറേറ്റഡ് ഇത് ഡിപ്പെൻസ് ഓൺ എന്തൊക്കെ പാരാമീറ്ററിനെയാണ്, എത്ര ടൂത്തിന്റെ എണ്ണം കൂടും തോറും ഫ്രീക്വൻസി ഓഫ് പൾസസ് കൂടും. ആൻഡ് ഓൾസോ ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ, നല്ലോണം കറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴും പൾസസ് ഉണ്ടാവുന്നത് കൂടും. ഹിയർ ദ നമ്പർ ഓഫ് ടീത്ത് ഈസ് എ കോൺസ്റ്റന്റ്, നമ്മളത് മാറ്റുന്നില്ല. സോ ഡെഫിനറ്റ്ലി ദ പൾസസ് പ്രൊഡ്യൂസ്ഡ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ. Okay, then the advantages of this system is simple and robust construction. Okay, sturdy ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്, ഒന്നും മോശമാവില്ല. ദെൻ ലോ മെയിൻ്റനൻസ്, നമുക്ക് ഹൈ ആയിട്ടുള്ളൊരു മെയിൻ്റനൻസ് സിസ്റ്റം വേണ്ട. ഈസി കാലിബ്രേഷൻ. ഓൾസോ ഇവിടെ നമുക്ക് ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ പൾസസ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് ഫെർദർ ആയി ഒരു ഡിജിറ്റലായി അതിനെ വീണ്ടും കൺവേർഷൻ്റെ ആവശ്യമില്ല. ഈസി ടു ഇൻ്റഗ്രേറ്റ് ഇൻ ടു ഡിജിറ്റൽ സിസ്റ്റം, മറ്റൊരു ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് ഇതിലേക്ക് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഒരു കൺവേർഷൻ്റെ ആവശ്യം ഇല്ല, ഇത് ഓൾറെഡി ഡിജിറ്റൽ ഫോർമാറ്റിൽ ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടൂത്ത് വേരിയബിൾ റിലക്റ്റൻസ് ടാക്കോമീറ്റർ.